ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ലൊരു ഒഴിച്ചുകറിയായ പാലക്കാടൻ സ്റ്റൈൽ രസഗാളൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മത്തങ്ങ എടുത്തിട്ടുണ്ട്. 200 ഗ്രാം മത്തങ്ങ. അത് സാമ്പാറിനൊക്കെ അരിയുന്ന പോലെ ഈ ഒരു സൈസിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ആ തൊലി ഞാൻ കുറച്ചൊക്കെ ഒന്ന് ചിരണ്ടിയിട്ടേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് ചെത്തി കളഞ്ഞിട്ടില്ല. അതേപോലെ കുമ്പളങ്ങ, അതും 200 ഗ്രാം. സാമ്പാറിന് അരിയുന്ന പോലെ ഇതേപോലെ തന്നെ അരിഞ്ഞ് വെക്കണം. പിന്നെ ഒരു മുരിങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. മുന്തങ്ങയുടെയൊക്കെ കൂട്ടിരിക്കുന്ന സൈസിലെ വാഴയ്ക്കയില്ലേ, അത്. അപ്പോൾ ഇതിന് പച്ചത്തക്കയാണ് നല്ലത്, ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. ഒരു ഏത്തക്കയുടെയൊക്കെ ഒരു പകുതി അത്രേ എടുത്തിട്ടുള്ളൂ. ഇപ്പം ഏത്തക്കയ്ക്ക് പകരം ചേന ഉണ്ടെങ്കിൽ എടുക്കാം. ഇതെല്ലാം തന്നെ വേണമെന്നില്ല. ഇപ്പം മത്തങ്ങയും ചേനയും ഉണ്ടെങ്കിൽ അത് മാത്രം ഇട്ട് വെക്കാം. മത്തങ്ങയും കുമ്പളങ്ങയും മാത്രമാണെങ്കിൽ അതെടുക്കാം. മുരിങ്ങയൊന്നും നിർബന്ധമില്ല. അപ്പോൾ ഇതിന് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. പാൻ ചൂടാകുമ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ അരി ഇട്ട് കൊടുക്കാം. പച്ചരിയോ അല്ലെങ്കിൽ വെള്ളയരിയോ ഏത് വേണമെങ്കിലും എടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ കുരുമുളക്, എണ്ണയിലൊരു 16 എണ്ണമൊക്കെ കാണും. ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തീ കുറച്ച് വെച്ചാൽ മതി. ഇപ്പം സാധാരണ കാളനിൽ നിന്ന് നല്ല വ്യത്യാസമുള്ളൊരു കറിയാണ് ഇത്. ഇതിൻ്റെ അരപ്പും വേറൊരു രീതിയിലാണ്. ഇതിൽ നമ്മൾ ജീരകം ചേർക്കത്തില്ല. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതൊക്കെ നല്ലതായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. അരിയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കാം. ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് വലിപ്പമുള്ള തേങ്ങയുടെ പകുതി, അതായത് 1/2 കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. ഒരു 7-8 ടേബിൾ സ്പൂൺ നിറച്ച് കാണും. ഇതിലോട്ട് 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ 3 പച്ചമുളക്. അപ്പം മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ചതൊക്കെ ഇതിലോട്ട് കുറച്ച് വെള്ളം കുഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പാത്രത്തിലോട്ട് മത്തങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചേക്കുന്നതെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വെക്കാൻ മൺചട്ടിയോ അല്ലെങ്കിൽ കൽച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കുറച്ച് കറിവേപ്പിലയും കൂടെ. അപ്പോൾ ഇത് പാലക്കാടൻ സ്റ്റൈല് രസഗാളനായതുകൊണ്ട് അപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത് പുളിവെള്ളത്തിലാണ്. അപ്പോൾ ഈ രസഗാളൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുളിയും ചേർക്കും, അതുപോലെ പിന്നെ നമ്മൾ തൈരും ചേർക്കും. നമുക്ക് കുറച്ച് പുളി ചേർക്കാം. അത് പുളിവെള്ളം. ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ട് അത് കുറച്ചേറെ വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് ചേർക്കണം. ഇതിൽ കിടന്ന് വേണം ഇത് വേവാനും. കഷ്ണമൊന്നും ഒരുപാടങ്ങ് വെന്തുടയരുത്. കുറച്ച് ഉപ്പിടാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മളൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പുളിവെള്ളം ഇതൊന്ന് നികര ഇരിക്കത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം അല്പം ഒന്ന് കുറച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഈ കഷ്ണമൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കുറച്ച് വെള്ളത്തിൽ കഴുകി അതും കൂടി ഒഴിക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിടാം. ഒരു 3 മിനിറ്റ് നേരം കിടക്കട്ടെ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര പൊടിച്ചതേത്. 1 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേ ശർക്കര ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം. ഇനി ഇതിലോട്ട് നല്ല ഉടച്ച തൈര് ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് വേണം എടുക്കാൻ. ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമുക്കിതിലോട്ടൊന്ന് കടുക് വറുത്തൊഴിക്കാം. ഇപ്പോൾ ഈ കടുക് വറുത്തത് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.